എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിതിഷ ചന്ദ്രു. വളരെ പെട്ടെന്ന് തോന്നിയ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിൻ്റെ ജെന്യുവൻ ഫ്രണ്ട് റസ്മിൻ ഇന്നലെ ബിബി ഹൗസിൽ നിന്നും എവിക്റ്റഡ് ആയിരിക്കുകയാണ്. സോ അത് റിലേറ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. സോ നമുക്കറിയാം, ജാസ്മിൻ്റെ കൂടെ സ്റ്റാർട്ടിങ് മുതൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു ഫ്രണ്ടാണ് റസ്മിൻ. ഫ്രണ്ട്, ദാറ്റ് മീൻ നോട്ട് ഗെയിമർ, ഫ്രണ്ട്. അപ്പോൾ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ആൾ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴെന്താണ്, അവരുടെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് ബോത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട് കൂടുതലായിട്ടല്ലേ സ്ട്രോങ് ആവുന്നത്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന മിസ്റ്റേക്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ അത് ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നിനക്ക് ഈ ഒരു രീതിയിലാണ് നിൻ്റെ ആ ഒരു ഫേസ് പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ നീ റിയലായിട്ട് നിൽക്കുന്ന ആൾ തന്നെ പക്ഷേ ഈ ഒരു നെഗറ്റീവ് സൈഡ് നീ പോസിറ്റീവാക്കി മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ജെന്യൂനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. സോ റസ്മിൻ, താങ്ക് ടു യു. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കോംബോ വന്ന സമയത്ത് അത് ഗെയിമിന് എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം ഒരു ഊഹം വെച്ചിട്ട് നമ്മൾ ഗസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ജാസ്മിൻ എന്ന് വളരെ ജെന്യൂനായിട്ട് റിയലായിട്ട് നിന്ന് പറഞ്ഞു കൊടുത്ത ഒരാളാണ് നമ്മുടെ റസ്മിൻ. അതുമാത്രമല്ല, ബിബി ഹൗസിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടപ്പോഴും അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടപ്പോഴും ഒരു കോർണറിങ് നടന്നപ്പോഴൊക്കെ കൂടെ നിന്ന ആളാണ് റസ്മിൻ. ജെന്യൂനായിട്ട് കൂടെ നിന്ന ആളാണ് റസ്മിൻ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ വെരി റിയലായിട്ട് തന്നെയാണ് അതിനുള്ളിൽ നിന്നത്, ആസ് ജാസ്മിനെ പോലെ തന്നെ. സോ ഒരു റിയലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരു റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു ഫേസിനെ മനസ്സിലാവുള്ളൂ. സോ ആരെന്ത് പറഞ്ഞാലും ആദ്യം മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് അതിലുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഒരു മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ജാസ്മിൻ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് റസ്മിൻ്റെ അടുത്ത് എത്തുമ്പോഴും റസ്മിൻ അത് സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് എതിർത്തിട്ടേ ഉള്ളൂ. പിന്നെ അവരുടെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ബോണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനോഹാരികത നമ്മൾ കണ്ട ഒരു സംഭവമാണ് സാബു മോൻ ആൻഡ് ശ്വേത മേനോൻ വന്ന സമയത്തുണ്ടായ ഒരു ക്ലാഷ് ഫൈറ്റ് എന്ന് ഞാൻ പറയില്ല. കാരണം ഇതേ സെയിം മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട്, ദിവസങ്ങൾ നീണ്ട മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട് റസ്മിൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ഒരു കുഞ്ഞു കരട്, അതായിരുന്നു അന്ന് ആ ഒരു ഫ്രസ്ട്രേഷൻ എൻ്റെ പുറത്ത് റസ്മിൻ പറഞ്ഞത്. സോ അങ്ങനെ ഒരു പ്രതികരണം വന്നത് നമ്മൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയും നമ്മളല്ല, ജാസ്മിൻ അവിടെയും എന്താ പറഞ്ഞത്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റെക്കായിപ്പോയി. പ്രതികരിക്കാൻ അറിയാത്ത ജാസ്മിനെയാണ് അന്ന് നമ്മൾ കണ്ടത്. വേറൊരാളായിരുന്നെങ്കിൽ സ്ക്രീൻ സ്പേസിന് വേണ്ടി 10 പേരുടെ മുന്നിൽ കരഞ്ഞു നിന്നിട്ട് അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് ബാക്ക് സ്റ്റാപ്പ് ചെയ്തുകൊണ്ട് നിന്നേനെ. പക്ഷെ ജാസ്മിൻ റിയൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊന്നും ഉണ്ടായില്ല. നമ്മൾക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. സ്റ്റോപ്പ് ചെയ്തു. ബിഗ് ബോസിനെ പോലും ഇല്ല, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടിപ്പിച്ച ആളാണ് ജാസ്മിൻ. എന്തായാലും അങ്ങനെയുള്ള ഒരു സ്ട്രോങ് റിലേഷനുള്ള ഒരാളാണ് ഇപ്പോൾ പുറത്ത് പോയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അറിയാം, ജാസ്മിൻ ആര് പുറത്ത് പോയി കഴിഞ്ഞാലും ജാസ്മിൻ്റെ ഗെയിം ആസ് എ ഗെയിമർ ജാസ്മിൻ വളരെ സ്ട്രോങ് ആണ്. ജാസ്മിൻ ഗെയിം കളിച്ചുകൊണ്ട് തന്നെ മുന്നേറും. ഇപ്പോഴുള്ളതിനേക്കാൾ ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് ജാസ്മിൻ ഗെയിം കളിക്കുമെന്നറിയാം. പക്ഷേ ഇത് ആഡ് ചെയ്ത് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഇതിലൂടെയാണ് അവരുടെ ആ ഒരു ബന്ധം അത്രയും സ്ട്രോങ് ആയത്. സോ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ റസ്മിൻ അങ്ങനെ വിക്റ്റായി പോകുന്ന സമയത്ത് ഒരു ഓൾ ദി ബെസ്റ്റ് പറയാതെ നമ്മൾക്ക് ഇരിക്കാൻ സാധിക്കില്ല. ഒരുപാട് സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, റസ്മിൻ എനിക്കൊരു ആങ്കറിങ് എന്നാണ് എൻ്റെ ഒരു ആംബിഷൻ എന്നുള്ളത്. സോ കമ്മിങ് സ്റ്റേജസ് റസ്മിൻ്റെതാവട്ടെ, വളരെ മികച്ച രീതിയിൽ ആഗ്രഹിക്കുന്ന തരത്തിലൊക്കെ റസ്മിന് വളരാനാവട്ടെ. ഉള്ളിലുള്ള ഒരു ജാസ്മിന് കൊടുത്ത എല്ലാ സപ്പോർട്ടും നമ്മൾ കണ്ടതാണ്. സോ റസ്മിൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ റസ്മിൻ്റെ ഭാവി ജീവിതത്തിൽ നമ്മൾക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ സപ്പോർട്ടൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ആൻഡ് once again, all the very best for your future. And moreover, very thankful to you. We are very thankful to you because ജാസ്മിൻ്റെ കൂടെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിനും കൂടെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് സേഫ് ചെയ്ത് അവരുടെ എല്ലാ സങ്കടങ്ങളിലും കൂടെ നിന്നത്. താങ്ക്സ് once again and all very best.